ഹലോ, ഇന്നൊരു റൂം മേക്ക് ഓവറാണ് കേട്ടോ. അപ്പം കൂടുതൽ മാറ്റങ്ങളൊന്നുമില്ല, ചെറിയ ചെറിയ മാറ്റങ്ങളുള്ളൂ. ഞാൻ കുറച്ച് സാധനങ്ങൾ മീഷോന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അത് വെച്ചിട്ട് ചെറിയൊരു റൂം മേക്ക് ഓവറാണ്. ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഫൈനൽ ലുക്ക്. അപ്പോൾ ഫൈനൽ വരെ കാണാം. അപ്പം ഞാൻ എൻ്റെ റൂം ഫുള്ള് നിങ്ങൾക്കിപ്പോൾ കാട്ടിത്തരാം. ഇതാണ് എൻ്റെ റൂമിൻ്റെ ഇപ്പോഴത്തെ കോലം. നല്ല ഒരു രസമില്ലാത്തൊരു റൂമായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് റൂമിൽ കൂടെ ചെയ്ത് കഴിഞ്ഞ് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഈ സംഭവം ടേബിൾ നോക്കി യൂസ് ചെയ്യാറുള്ളത്. ഇപ്പം ഞാൻ വേറൊരു കാര്യം പറയാം. ഞാനിപ്പം വീഡിയോ എടുക്കുന്നത് ട്രൈപോഡിലാണ്. കാരണം ഞാൻ ട്രൈപോഡ് വാങ്ങി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് കേട്ടോ. ട്രൈപോഡിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ജനൽമത്തെ ഡ്രസ്സൊക്കെ ഞാൻ മാറ്റുന്നുണ്ട്. പിന്നെ ടേബിളുമത്തെ എൻ്റെ ബാഗ്, ഇസ്തിരിപ്പെട്ടി, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് മാറ്റുന്നുണ്ട് കേട്ടോ. എൻ്റെ കോലം നോക്കണ്ട. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അന്ന് ഞായറാഴ്ച ആയിരുന്നു. ഇന്നിപ്പോൾ ശനിയാഴ്ച, ഏതോ ഒരു ഞായറാഴ്ച എടുത്തതാണ്. കുറേ ദിവസമായി ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് അത് പോയി, സേവ് ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വീണ്ടും വോയിസ് ഓവർ ചെയ്യാമായിരുന്നു. കുറേ നേരം വോയിസ് ഓവർ ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെയാണ്. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ട് വന്നിട്ടാണ് ഞാൻ വീഡിയോ എടുത്തിരുന്നത്. പിന്നെ വേഗം ഒന്ന് വീഡിയോ എടുക്കാൻ വിചാരിച്ചു. പിന്നെ അത് കഴിഞ്ഞോളൂല്ലോ, പിന്നെ സാധനങ്ങളൊക്കെ സെറ്റാണല്ലോ. അപ്പോൾ വേഗം ഒന്ന് വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ടോ. പിന്നെ ടേബിൾ വാങ്ങാമെന്നൊക്കെ വിചാരിച്ചിരുന്നു. ലാസ്റ്റ് പിന്നെ പൈസ അല്ല പറഞ്ഞിട്ടോ. കാരണം അത്രയും വിലയാണ് നമ്മൾ 8 ടേബിളിന്. അപ്പം ഞാൻ മെഷീനോട് പറഞ്ഞു, ഇപ്പോൾ വാൾപേപ്പർ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പിന്നെ നമുക്ക് പൈസ കിട്ടുമ്പോൾ ടേബിൾ വാങ്ങാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ ഓക്കെ പറഞ്ഞിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഫേസ് കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ജനലൊക്കെ ഒന്ന് ക്ലീൻ ആക്കുന്നുണ്ട്. കാരണം ക്ലീൻ ആക്കിയപ്പോൾ നല്ലൊരു ഫിനിഷ് ലുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ലാസ്റ്റ് ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ട്രൈപോഡ് വാങ്ങുന്ന വീഡിയോ ഞാൻ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ എല്ലാ പാർട്സും കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കത്തിച്ച് കളഞ്ഞ്. അപ്പം ഇനി വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. അതിന് ശേഷം പിന്നെ ഓരോ ദിവസം രണ്ടര ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീഡിയോ എടുക്കുന്നതാണ്. ഞായറാഴ്ച ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഏതോ ഒരു ഞായറാഴ്ച വന്നു. പിന്നെ ഞായറാഴ്ച ചെയ്യാൻ വിചാരിച്ചു. ഞായറാഴ്ച ചെയ്തു. പിന്നെ വിട്ടത് ശനിയാഴ്ച. അങ്ങനെ ഏകദേശം അടുത്തടുത്തുള്ളൊരു ദിവസങ്ങളാണ്. സൗണ്ട് കുറച്ച് കുറവുണ്ടാവും. വേറെ ഒന്നുമില്ല, തൊണ്ടവേദന പനിയാണ്. അപ്പം ഞാൻ എൻ്റെ ക്ലീൻ ആക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ ജനലൊക്കെ ഒന്ന് സെറ്റാക്കി ക്ലീൻ ആക്കുന്നുണ്ട്. അതിനകത്ത് നല്ല ക്ലീൻ നീറ്റായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. കാരണം അത്യാവശ്യം നല്ല പൊടിയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചെടുത്തപ്പോൾ നല്ല വൃത്തിയായിട്ടുണ്ടായിരുന്നു. തെളിഞ്ഞ് നിൽക്കുക, എന്താ എനിക്കറിയില്ല. തുടക്കാറൊക്കെ ഉണ്ട്, പക്ഷേ ജനൽ നനച്ചുളിക്ക് മാത്രമേ തുടക്കാറുള്ളൂ. അതാണ് കാരണം നമ്മളിങ്ങനെ ഇത്രയും ചളി വരുന്നത്. അതിൻ്റെ അടിയിൽ ഇതിമൊന്ന് സെറ്റാക്കി തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിലും അത്യാവശ്യം നല്ല പൊടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കടന്നിട്ടാണ് വോയിസ് ഓവർ ചെയ്യുന്നത് കേട്ടോ. അപ്പം അങ്ങനെ കടന്ന് വോയിസ് ഓവർ ചെയ്യാണ്. ഒന്നും ഞാൻ പറയില്ല, പനിയാണ്. അപ്പം ഞാനങ്ങനെ കുറേ നേരം അങ്ങനെ കുത്തിറക്കണ്ടായിരുന്നു എനിക്ക് വോയിസ് ഓവർ ചെയ്യാൻ. അത്യാവശ്യം കുറേ വോയിസ് ഓവർ ചെയ്യാനുണ്ടാക്കും. പിന്നെ എഡിറ്റ് ചെയ്യാനും കുറേ എഡിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ എഡിറ്റ് ചെയ്യാറില്ല, മടിയാണ് ഒന്നാമത്. പിന്നെ വീഡിയോ എടുത്തിട്ടും കുറേ ദിവസമായി. വീഡിയോ എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് കുറേ ദിവസമായി. വോയിസ് ഓവർ ചെയ്തിട്ട് കുറേ ദിവസമായി. അങ്ങനെ കുറേ ദിവസമായി കേട്ടോ. നമുക്ക് ഈ സോക്കേസ് എന്നാണ് അവിടെ പറയാറുള്ളത് കേട്ടോ. നിങ്ങളോട് എന്താ പറയാമെന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ സോക്കേസൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെക്കണം. അപ്പോൾ ആദ്യം നമ്മൾ സോക്കേസിലെ എല്ലാ ഐറ്റംസും നമുക്കത് നിലത്ത് വെക്കണം. നിലത്ത് ഉദ്ദേശിച്ചാൽ നമ്മൾ കട്ടിൽമേ ഇവിടെ കിടക്കാറില്ല കേട്ടോ.
അതൊന്നുമല്ല. ഒന്നാമത് ഇവിടെ ഫാന് പെച്ചി പപ്പച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താ പറയുക, റിമോട്ട് ഫാൻ വെച്ച് തരാമെന്ന്. ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യാനിടയ്ക്ക് പപ്പ മമ്മ ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തൊന്നും എനിക്കറിയില്ല, ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ വരാറുണ്ട്. അതാണ് പറഞ്ഞത്. ഫാൻ എനിക്കത് വെച്ചിട്ടാണ്. പിന്നെ ഒരു ബെഡ് വാങ്ങണം, അതൊക്കെ ഉണ്ട്. ഇത് ഉണ്ടാക്കിയിട്ട് ക്ലിപ്പാണ് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ എൻ്റെ ഫോൺ നമ്പറിൽ കോൾ ചെയ്യാൻ മതി. നല്ല ക്യൂട്ട് ക്ലിപ്പാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അടിയത്തെ ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി മുകളിലത്തൊക്കെ ഒന്ന് ഇതാക്കണം. അതിന് മുമ്പ് നമുക്കത് തുടച്ചെടുക്കണം കേട്ടോ ഒക്കെ. കാരണം ചളി ഉണ്ടാവും. ഞാൻ എന്നോ ഒരു ദിവസം തുടച്ച് കൊടുത്തതാണത്. നനച്ചുള്ളി ഞങ്ങളിവിടെ പറയും. നനച്ചുള്ളി പറയും, നോമ്പ് എന്തൊക്കെയോ പറയുന്നുണ്ട്. നനച്ചുള്ളി എന്നാണ് കൂടുതലും പറയാറുള്ളത്. അപ്പോൾ നനച്ചുള്ളിക്ക് അങ്ങനെ ചെയ്യുന്നല്ലാതെ അതൊന്നുമല്ല. പിന്നെ നമുക്ക് ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് കാണാം കേട്ടോ.
ഗൈസ് നമ്മൾ ഫുൾ ഏകദേശമൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ മുകളിലത്തെ ന്യൂസ് പേപ്പറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ന്യൂസ് പേപ്പർ നമുക്കൊന്ന് അടിയിക്കണം. എന്താ പറയുക, ഞാൻ എന്താ പറയുക നീച്ച് നിന്നിട്ട് ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ എനിക്ക് തന്നെ ഒരു തമാശ തോന്നിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ തുടച്ചു കൊടുത്തു. അതിന് മുകളിലത്തെ ഓർഗനൈസറൊക്കെ ഒന്ന് നമുക്ക് പറിച്ചെടുക്കണം. നിങ്ങൾ ടേബിളുമ്മ കാണുമ്പോൾ തന്നെ അറിയാം എത്രമാത്രം സാധനങ്ങൾ ആ 3 സാക്കേസിലായിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. ഈ വോയിസ് ഓവർ ചെയ്യാൻ തുടങ്ങിയത് 9 മണിയാണ്. ഇപ്പോൾ 9:16 ആയിട്ടുള്ളൂ. കുഴപ്പമൊന്നുമില്ല. നമുക്ക് എത്ര സമയം വരെ ഈ വോയിസ് ഓവർ ചെയ്യണം വിചാരിക്കും. പിന്നെ ഞാൻ പിന്നെ എന്തൊക്കെയാണ് വാങ്ങിയുള്ള വീഡിയോസ് ഞാൻ വിട്ടിട്ട് ഞാൻ എന്നാലൊന്ന് പറഞ്ഞുതരാം. കാണാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. സ്റ്റിക്കർ വാങ്ങി, വാൾപേപ്പർ വാങ്ങി, ആ പിങ്ക് വാട്ടർ നിങ്ങൾ കാണില്ലേ, ആ പിങ്ക് വാട്ടർ ബോട്ടിൽ, ട്രൈപോഡ്, പോസ്റ്റർ, ലൈറ്റും, അത്ര സാധനം ഞാൻ വാങ്ങി. എന്നിട്ട് നമുക്ക് അതൊക്കെ വാങ്ങി അതിൻ്റെ അൺബോക്സിങ്ങൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ആ ഓർഗനൈസറൊക്കെ ഒന്ന് പൊളിച്ചെടുക്കുകയാണ്. അതിന് ഞാൻ പുതിയതാക്കുന്നുണ്ട് കേട്ടോ. അതിനപ്പോൾ ഞാൻ പൊളിച്ചെടുക്കുന്നത്. കണ്ടോ, പൊളിച്ചെടുത്തിട്ടുണ്ട് ഞാൻ. ഇത് എന്തിൻ്റെ ഒരു പെട്ടിണ്ടായിരുന്നു. കുറേ ഉണ്ടായിരുന്നു ഗീസിൽ. ലാസ്റ്റ് ഉണ്ടായിരുന്നു കുറച്ച്, മൂന്നെണ്ണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടുണ്ടാക്കിയാണ്. എനിക്ക് ശരിക്കും കാണാൻ നല്ല ആഗ്രഹമുള്ളത് ഏതാ വെച്ചാൽ ഡെസ്ക് മേക്ക് ഓവറാണ്. ഡെസ്ക് മേക്ക് ഓവർ കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ എടുത്ത് ഫസ്റ്റ് ലോങ് വീഡിയോ ആയിട്ട് ഡെസ്ക് മേക്ക് ഓവറായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. എന്താ പറയുക, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിട്ടില്ല. കാരണം ഒരു ചെറിയൊരു ഡെസ്ക് മേക്ക് ഓവറായിരുന്നു. എൻ്റെ അടുത്ത് അധികം സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു. എനിക്ക് ഫൈനൽ ലുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എത്ര ഇട്ട് പറയുന്നതെന്നും അറിയില്ല. ഞാൻ ഫൈനൽ ലുക്ക് എത്ര ഇട്ട് പറഞ്ഞേക്കണമെന്ന് കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാം. ഇതാണ് കേട്ടോ ഗൈസ് ആ വാൾപേപ്പർ. ഞാൻ ആ വാൾപേപ്പർ അവിടെ ഒട്ടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഗൈസ് ഒട്ടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അതത്ര ചെറിയൊരു കുറച്ച് വാൾപേപ്പറുണ്ടെങ്കിൽ എനിക്ക് ടേബിൾമേ പിന്നെ ചുമരമേക്ക് ഒട്ടിക്കാൻ. കാരണം ചുമരമേൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം, ചുമരമ അത്യാവശ്യം നല്ല ചളി ഉണ്ടാവാറുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ കസിന് പറഞ്ഞു തന്നൊരു ഐഡിയ, താത്ത പറഞ്ഞു തന്ന ഐഡിയ ആയിരുന്നു ഈ ഒരു ഐഡിയ. ചുമരം വാൾപേപ്പർ ഒട്ടിച്ചാൽ മതി എന്നുള്ളത്. അങ്ങനെ വാൾപേപ്പർ ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ആദ്യം യൂസ് ചെയ്യാൻ വിചാരിച്ചു. പിന്നെ വിചാരിച്ച്
വലിപ്പം നോക്കിയപ്പോഴാണ് അത്രയും വലിയ പണി പാളി പോയിട്ടുണ്ടായിരുന്നു അറിഞ്ഞത്. അത് ഞാൻ ഈ ഒരു പേപ്പറാണ് വെച്ചത്. പേപ്പറിൻ്റെ പേരൊന്നും ഞാൻ മറന്നു പോയിട്ടോ. ഇപ്പം നമുക്കതൊന്ന് വിരിച്ചിട്ട് കാണാം. അപ്പം ഇതാണ് ഗൈസ് വിരിച്ചത്. ട്രൈപോഡ് ഉണ്ടായിരുന്നു എനിക്ക് ഇത്ര നല്ല സൂപ്പറായിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റുന്നത് കേട്ടോ. മുകൾക്ക് കൊണ്ടുപോയിട്ട് ഞാൻ മുകൾക്കൊന്ന് കയറിയിട്ടുമ്പോൾ അല്ലാതെ തന്നെ നല്ല ശരിക്കും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് സംഭവം. നല്ല ഈ നീറ്റ് ആൻഡ് ക്ലീനാണ്. അപ്പോൾ എനിക്ക് അത് കണ്ടപ്പോൾ ഭയങ്കര രസം തോന്നിട്ടോ. ഉമ്മച്ചി പറഞ്ഞ ഒരു ഐഡിയ ആയിരുന്നു എനിക്കിത്. ഇനി നമുക്ക് ഈ ഒരു 3 സാധനത്തിലൊന്ന് പൊതിഞ്ഞിട്ട് എടുക്കാം. അപ്പം അതിന് വേണ്ടി നമുക്ക് A4 ആണ് ആവശ്യം. A4 പൊതിഞ്ഞെടുക്കാം. പിന്നെ ഇത് സിമ്പിളാണ് കേട്ടോ. സ്റ്റിക്കറില്ലേ, ഇനി സ്റ്റിക്കർ കൂടി ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഓർഗനൈസർ സെറ്റായി. അത്രേ ഉള്ളൂ. സിമ്പിൾ ആൻഡ് ക്യൂട്ടും എന്നിട്ട് സിമ്പിൾ. നമുക്ക് ഓർഗനൈസറുമാണ്, യൂസ്ഫുള്ളാണ്, ക്യൂട്ടാണ്, സിമ്പിളാണ്. ഇത്രയും ഇതാണുള്ളത്. നല്ല രസമാണ് കേട്ടോ ഇതിങ്ങനെ ചുമരം വെച്ച് കാണാൻ. ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. അപ്പോൾ ഞാനങ്ങനെ അത് ഗേളിന് ഇട്ടെടുക്കാൻ വിചാരിച്ചു. അങ്ങനെ ആ ഗേളിനും ഇട്ടെടുത്ത്. പിന്നെ കുറച്ച് ഗേൾസൊക്കെ ഉണ്ടായിരുന്നു, അതിനൊക്കെ അങ്ങോട്ട് ഇട്ടെടുത്തു. ഗൈസ് ലാസ്റ്റ് ഇതാണ് ലുക്ക് ഇട്ടെടുക്കുക. ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഏറ്റവും ഇഷ്ടമായത് മറ്റേതാണ്, ഞാൻ നടുവിൽ വെച്ചിട്ടില്ലേ, അതാണ് കൂടുതൽ കൂടി ഇഷ്ടമായത്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാം. ഇതിപ്പം വലിയ പാടൊന്നുമില്ല. സെറ്റാക്കി കഴിഞ്ഞിട്ട് വെക്കാനാണ് കുറച്ചുകൂടി സിമ്പിൾ കേട്ടോ. കുറേ മെസ്സേജുകൾ വരുന്നുണ്ട്, അതിൻ്റെ ഒരു സൗണ്ടാണ് ക്ലിക്ക് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ബബ്ബാന്നൊക്കെ അടിക്കുന്നുണ്ട്. അതെനിക്കുള്ളൊരു സ്ഥിരമില്ല, ഇതാണ് ഞാൻ പറയല്ലോ. അതാണ് എന്താ പറയുക, ഞാൻ ചില സമയത്ത് എന്താ പറയുക, അതാണ് ഒക്കെ പറയും കേട്ടോ. എന്താണെന്ന് എനിക്കറിയാം, പറയാൻ കിട്ടാത്തതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് നമുക്കൊന്ന് കാണാം. മെയിൻ സാധനം നമ്മൾ അവിടെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ദിസ് ഈസ് എ സ്കൂളത്തെ ബുക്ക്, പിന്നെ മദ്രസ ബുക്ക്, പിന്നെ ഡയറീസ്, അങ്ങനെ 3 സെക്ഷനായിട്ടാണ് വെക്കാറുള്ളത്. ഡയറി എനിക്ക് 1 2 3 4 5 6 5 എണ്ണം ഉണ്ട്. 5 ഡയറീസാണ് എനിക്കുള്ളത്. ഏകദേശം മുഴുവനും ഞാൻ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് സാധനങ്ങൾ മാത്രമേ അതിമക്ക് വെക്കാനുള്ളൂ. നമുക്ക് അതൊക്കെ ഒന്ന് വെക്കാം.
പിന്നെ ഇതിലോട്ട് കുറച്ച് ഐറ്റംസ് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ വിചാരിച്ചു രണ്ടാമത്തെ തട്ടിൽ ക്ലീനാക്കി വെച്ചാലേ വീണ്ടും ഇതിനെ അലങ്കോലാക്കുന്നതെന്നും. അലങ്കോലാക്കിയതല്ലേ സ്മോൾക്ക് എടുത്തേക്കാൻ പറ്റുന്ന പാകത്തിന് ഞാൻ വെച്ചതാണ്. നമുക്ക് അതൊക്കെ ഒന്ന് ഉൾക്കൊടുത്ത് വെക്കാം. ഞാനിപ്പോൾ വോയിസ് ഓവർ ചെയ്യുമ്പോഴും ഈ ഡ്രസ്സ് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഞാൻ വിചാരിച്ചു കുളിച്ചിട്ടില്ലെന്ന്. പക്ഷെ കുളിച്ചിട്ടുണ്ട് ഗൈസ്. ഞാൻ പറയില്ലേ കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു ഞാൻ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട്. അതുകൊണ്ട് തന്നെ പിന്നെ എനിക്ക് ഡ്രസ്സ് ഇടേണ്ടി ഏതാണ് അങ്ങനെ ഇട്ടതാണ്. എന്താ പറയുക, ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയില്ല, ഇടയ്ക്കിടയ്ക്ക് ഒരു ഫേസ് കാണാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഞാനതൊന്ന് ഇതാക്കിയെടുക്കും. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാം. എനിക്കാണെങ്കിൽ തലവേദന ഉണ്ടായിരുന്നു കാരണം ആ വെയിലത്തുനിന്ന് നടന്നു വന്നിട്ട് ചെയ്യുന്നതോടാണ് എനിക്ക് നല്ല തലവേദനയും പൊട്ടത്തരൊക്കെ ഞാൻ കാട്ടി വെക്കുന്നുണ്ടായിരുന്നു. അത് നിങ്ങൾ ശ്രദ്ധിക്കേ വേണ്ട. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ ഇത്രയും ചെറുപ്പത്തിൽ നിന്ന് എങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എന്തായിരുന്നു വിചാരിച്ചു. കാരണം വേറൊന്നുമല്ല, എനിക്ക് ചെറിയൊരു ബിസിനസ് വേണം. ബിസിനസ്സൊന്നുമല്ലല്ലോ അത്. യൂട്യൂബ് ചാനൽ വീഡിയോ ഇടുമ്പോൾ ഒരു രസം അത്രേ ഉള്ളൂ. പിന്നെ എന്തെങ്കിലുമൊക്കെ പൈസ കിട്ടണമെങ്കിൽ അത് വേറൊരു സന്തോഷം കൂടിയല്ലേ. അപ്പം ഞാനൊന്ന് എല്ലാ പൊസിഷനൊക്കെ അത് മാറ്റി കൊടുക്കുന്നുണ്ട്. എന്ന് വെക്കണ മാതിരിയെല്ലാം നമുക്ക് വേറെ സ്ഥലത്തായിട്ട് മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് കാണാം. എന്നൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു ഹുക്ക് വെച്ച് കൊടുത്തിട്ടു. അവിടെ ഞാനൊരു സർട്ടിഫിക്കറ്റും പിന്നെ എൻ്റെ ഈ ഒരു സംഭവം മെഡലും കൂടി വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളം കുടിച്ചു കേട്ടോ. വെള്ളം കുടിച്ചപ്പോൾ കുറച്ച് സമാധാനമായത്. പക്ഷെ ഇത്രയും കുഴങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ വെള്ളം കുടിച്ചപ്പോൾ കുറച്ച് സമാധാനമായത്. നമുക്ക് വെള്ളം കുടിച്ചു. ഇതാണ് ഗൈസ് ജസ്റ്റ് വെച്ചിട്ട് പിന്നെ അത് ഹെഡ്സെറ്റായിട്ടൊക്കെ ഇപ്പോൾ കൊണ്ട് വെച്ചത്. പിന്നെ അവിടെ വെക്കാൻ വിചാരിച്ചു. പിന്നെ വേണ്ട വിചാരിച്ചു. കാരണം അവിടെ വേറൊരു അടിപൊളിയായിട്ടും വെക്കാറുണ്ട്. ഇന്നാണ് ഗൈസ് നമ്മൾ സ്വന്തം ഡെസ്ക് മിക്കവാറും സെറ്റാക്കാം നമുക്ക്. ഇതാണ് ഗൈസ് എൻ്റെ ഈ തുണിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം ഭയങ്കര പാടുള്ളതാണ്. നമുക്ക് ഞാൻ എൻ്റെ താത്തനും കൂടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. വേഗം ഒട്ടിക്കാനായിട്ട് വാൾപേപ്പർ ഞാൻ 2 കഷ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വാൾപേപ്പർ ഒട്ടിക്കാം. അങ്ങനെ വെള്ളമൊക്കെ ചെയ്താക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് ലുക്കത്. ഇനി ഞാൻ എൻ്റെ ഉമ്മാൻ്റെ ഫോൺ എടുത്താണ് കേട്ടോ. കാരണം ഇപ്പം ഉമ്മാൻ്റെ ഫോൺ ഇപ്പോൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മാൻ്റെ ഫോണിൽ എടുത്തത് ഇതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിച്ചു ഞാൻ ഉമ്മാൻ്റെ ഫോണിൽ നിന്നല്ലേ വീഡിയോ എടുക്കാറ്. ഞാൻ ഉപ്പാൻ്റെ ഫോണിൽ നിന്നാണ് വീഡിയോ എടുക്കാറുള്ളത്. അപ്പം അപ്പോൾ പണി കഴിഞ്ഞ് വരുന്നത് രാത്രിയല്ല വീഡിയോസ് എടുക്കാറുള്ളത്. ഞാൻ ഈ വലിപ്പം ഒന്ന് ക്ലീൻ ആക്കണം കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ആക്കാം ഫുള്ള്. ഞാൻ എന്താ പറയുക ഇതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി ടേബിൾ പേപ്പർ ഒട്ടിക്കാം. അപ്പോൾ ഇത് വാൾപേപ്പർ ഒട്ടിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഒരു വൈറ്റ് മയമായിട്ടുണ്ട്. എന്തായാലും ഇതാണ് പോസ്റ്റർ കേട്ടോ. ഞാൻ ഈ പോസ്റ്ററാണ് വാങ്ങുന്നത്. 50 വരുന്നത്. താത്തൊരു 20 എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഉണ്ടാക്കിയൊരു ഓർഗനൈസറാണ്. ഇത് ഉണ്ടാക്കിയ അപ്പം അതിൻ്റെ പേര് എനിക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പം അതും ഞാൻ ഇതുണ്ടാക്കിയത് ക്ലിപ്സും ഞാൻ ഉണ്ടാക്കിയെടുത്താണ് കേട്ടോ.
അപ്പോൾ അതൊക്കെ നമുക്ക് ഇത് മാറ്റി വെക്കാനുള്ളതാണ്. അത് അതൊക്കെ ഒന്ന് ഒട്ടിച്ച് വെക്കണം കേട്ടോ. അതിന് നെയ്യൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര അതിൻ്റെ ഒപ്പം ഒരു വീഡിയോ കൂടി എടുത്തിട്ടുണ്ട്. എൻ്റെ പ്രഹസനമൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് മറ്റേ വേണമല്ലോ ആ നെതൽ കാണാൻ എന്തൊരു ഭംഗിയാണ്. എന്നിട്ട് ഞാൻ ആ ഓർഗനൈസർ മാറ്റി വെച്ചിട്ട് നെതൽ മാത്രം വീഡിയോ എടുത്തിട്ടോ. ഇതാണ് എൻ്റെ ലൈറ്റ് എന്നത്. പക്ഷേ ലൈറ്റ് നമുക്ക് എന്തായാലും ആവശ്യമുണ്ട്. അപ്പോൾ ലൈറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാമല്ലോ. ഭയങ്കര ക്യൂട്ടില് ഇങ്ങനെ എൻ്റെ പ്രഹസനം കണ്ടോ. പ്രഹസനം ഇതാണ് എൻ്റെ പ്രഹസനം. നമുക്ക് എന്തായാലും ഇപ്പോൾ ഇങ്ങനെ കാട്ടിക്കൊത്തുന്ന കാര്യമില്ല. എന്തായാലും വീഡിയോ എടുക്കാം. അല്ല സോറി, നമുക്കിനി സെറ്റാക്കാം. അപ്പം ഞാനത് ക്ലിപ്പൊന്ന് ഊരി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇത് സിമ്പിളാണ് ഉണ്ടാക്കി കൊടുക്കാൻ കേട്ടോ ഈ സാധനം. ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ എന്താ പറയുക കമൻറ്റിൽ ഇട്ടാൽ മതി കേട്ടോ. കമൻറ്റിൽ പറഞ്ഞാൽ മതി, ഞാൻ കാട്ടിത്തരാം. ഇതാണ് ഗെസ് വെച്ചെടുത്തപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പോൾ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നില്ല, സോറി എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. താത്തക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് പിന്നെ ശരിക്കും നോക്കിയപ്പോൾ അത് നല്ല ക്യൂട്ടായി തോന്നി. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾക്ക് പോസ്റ്റർ ഒട്ടിച്ചിട്ട് കാണാം കേട്ടോ. കാരണം എനിക്ക് പേടിയൊരു പോസ്റ്റർ ഒട്ടിക്കുന്നത് തന്നെ. ലാസ്റ്റ് പോസ്റ്റർ ഒട്ടിച്ചിട്ടില്ല ഇത് കാണാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒട്ടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്ന് ഫുൾ ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ കേസ് ഞാൻ ഫുള്ള് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ നമ്മുടെ പരിപാടി ലൈറ്റ് ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ലൈറ്റ് ഫിറ്റ് ചെയ്യാം. ഇത് സിമ്പിളാണ്. പക്ഷേ ഇത് ഒരു റൂമിലേറ്റേ കൊള്ളൂ ഫുള്ള്. അത്രയും നീളം ഇതിനുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ചത് ഇതാക്കി വെച്ചിട്ട് ബാക്കി ഞാൻ അടക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ നമുക്കൊന്ന് കാണാം. അപ്പം ഞാനിങ്ങനെയൊക്കെ കാട്ടിയിട്ടുണ്ടായിരുന്നൊന്നും സക്സസ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പം കഥത്തിന് ക്യൂട്ടായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ചാനലിങ് ചെയ്യുമ്പോൾ കഥട്ടുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവും. ഇതാണ് ജസ്റ്റ് ഇത്രയും ദിവസം കാത്തുന്നത്. ഓഫ്ലൈനായിട്ട് ഞാൻ മേടിച്ചതാണ്, ഓൺലൈനല്ല ഓഫ്ലൈനാണ്. റൂമേക്കറിന് എടുക്കാൻ വിചാരിച്ചിരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് റൂമേക്കർ അതിനോട് ഞാൻ റൂമേക്കർ ചെയ്യുന്ന തന്നെ കുറേ സാധനങ്ങൾ ഇട്ടൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ്. പക്ഷെ അത്രയ്ക്ക് ആ 3 കള്ളിയിലേ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. ബട്ട് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് പറഞ്ഞാൽ ഞാൻ എൻ്റെ പൈസക്ക് വാങ്ങിയതായിരുന്നു എല്ലാ സാധനം. ഞാൻ കടിച്ചിരുന്ന എല്ലാ സാധനം എൻ്റെ പൈസക്ക് വാങ്ങിയതായിരുന്നു കേട്ടോ.
ഇതൊരു ഫോം ബോർഡ് ഓർഗനൈസറാണ് കേട്ടോ. സിമ്പിളാണ്. ആ വെച്ചിരിക്കുന്ന റോള് പേപ്പറാണ് കേട്ടോ. പിന്നെ അതിന്മേൽ 2 ടാപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട്, 2 എറേസർ, പിന്നെ അങ്ങനത്തെ കുറച്ച് ഐറ്റംസാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. നമുക്കതൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് അവിടെ ആ സാധനം ഒന്ന് വെക്കാം. ഉണ്ടോ ചുവന്ന കേസ് ഉണ്ടായിരുന്നില്ലേ, ഭയങ്കര ഇഷ്ടമായി കേട്ടോ. എനിക്ക് ആ പോസ്റ്ററും ഒക്കെ അയക്കിടാം. ഇനി നമുക്ക് ആ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമല്ലേ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഫോം ബോർഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് ഫോം ബോർഡ് ഒന്ന് കിട്ടുകയെന്നൊക്കെ ചോദിച്ചിട്ടൊന്നുമില്ല, എന്നാലും ഞാൻ പറയാം. ഫോം ബോർഡ് എനിക്ക് എവിടെ നിന്ന് കിട്ടുക വെച്ചാൽ എന്തൊരു അറിയില്ല ഗൈസ്. ചിലപ്പോൾ ഈ ട്രോഫികളുണ്ട്, ഞാൻ ട്രോഫി വെച്ചില്ലേ, ഞാൻ അവിടെ നിന്ന് മേടിച്ച കേട്ടോ ആ ട്രോഫി. അപ്പം ട്രോഫി ഉണ്ടാക്കുന്ന കടയൊക്കെ ഉണ്ടാവും ആണെങ്കിൽ ഫോം ബോർഡ്. എന്താ പറയുക, ഞാൻ എൻ്റെക്കാട്ടിൽ കുറച്ച് എൻ്റെ അത്രയല്ല, എൻ്റെ കാലിൻ്റെ അത്രയൊക്കെ വലുപ്പമുള്ള ഒരു ഫോം ബോർഡ് വെച്ചപ്പോൾ അതിന് 300 രൂപയാണ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞിട്ടില്ല, ഇപ്പം ചേർന്നിട്ടുണ്ടായിരുന്നു. സത്യമാണെന്ന് അറിയില്ല, പക്ഷേ ഇതിന് വെറുതെ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ സത്യമാണോ അറിയില്ല. എനിക്ക് ചവർ അത്രയും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാലും അത്രയുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ഒക്കെ കോരിയെടുക്കാം. അപ്പം നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഫൈനൽ ലുക്ക് കാണാനല്ലേ. ഫൈനൽ ലുക്ക് ഞാൻ ഇപ്പം കാട്ടിത്തരാം കേട്ടോ. നമുക്ക് ഫൈനൽ ലുക്കിലോട്ട് പോയാലോ? അതിന് മുമ്പ് നമുക്കത് ക്ലീൻ ആക്കാം. അപ്പോൾ ഫൈനൽ ലുക്ക് കാണാം. ഫൈനൽ ലുക്ക് ആവുമ്പോൾ നമുക്ക് കാണാം. പിന്നെ കസാലമ്മ തുണി കൂടി വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു തലക്കണി കൊണ്ട് വെച്ചെടുത്തു. അപ്പോൾ നമുക്ക് എന്തായാലും എൻ്റെ റൂമിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടാലോ?